വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ കയറുകയാണ് നാളെ. അധികാരത്തിൽ കയറുമ്പോൾ വി ഡി സതീശൻ സർക്കാർ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ്? നിരവധി അജണ്ടയുമായിട്ടാണ് സതീശൻ വരുന്നത്. സതീശന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വീക്ഷണം ഉണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹം ഒരു വിഷണറിയായ കോൺഗ്രസ് നേതാവാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം എ കെ ആൻ്റണിയെയും പിന്നെ വി എം സുധീരനെയും ഒക്കെ കാണാൻ പോയപ്പോൾ അവരൊക്കെ രഹസ്യമായും പരസ്യമായും കൊടുത്ത ചില ഉപദേശങ്ങളുണ്ട്. കൂടാതെ വി എം സുധീരൻ അദ്ദേഹത്തോട് പ്രത്യേകമായി പറഞ്ഞ ചില കാര്യങ്ങൾ, അധികാരത്തിൽ ഏറുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഭരണാധികാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ വളരെ കരുതലോടെ സൂക്ഷിക്കണം. ചില ആളുകൾ ബന്ധുക്കളെ പോലെയും സുഹൃത്തുക്കളെ പോലെയും അടുത്ത് ഓടും. അവരൊക്കെ ശരിയായും ശത്രുക്കളായിരിക്കും. പിണറായി വിജയനെ പറഞ്ഞ അവതാരങ്ങളെ പോലെ. അതെ അതെ, പണ്ട് പിണറായി പറഞ്ഞ അവതാരങ്ങളെ സെക്രട്ടേറിയറ്റ് കേട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ മിത്രങ്ങളെ, ശത്രുക്കളായി വരുന്ന മിത്രങ്ങളെ കരുതിയിരിക്കണം എന്ന ഉപദേശം സുധീരൻ നൽകി. ഇത് എങ്ങനെയായിരിക്കും നാളെ മുതൽ ഇത് മുഖ്യമന്ത്രിയായി വരുന്ന സതീശൻ ഉൾക്കൊള്ളുക എന്നത് നമുക്ക് കണ്ടറിയണം. കാരണം എല്ലാ കാലത്തും, എല്ലാ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെയും ഇടത് ഗവൺമെൻറ്റിൻ്റെയും കാലത്തും ഈ അവതാരങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതെ, മുഖ്യമന്ത്രിമാരെയും മറ്റു മന്ത്രിമാരെയും ചുറ്റിപ്പറ്റി ചില അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്, ഭരണഘടനാ ബാഹ്യമായ ശക്തികൾ വന്നുകൂടി അധികാരം ചൂഷണം ചെയ്യാറുണ്ട്. അവർ വലിയ കുപ്രസിദ്ധരായ അഴിമതിക്കാരായിട്ടൊക്കെയാണ് പലരും കണ്ടിട്ടുള്ളത്. എല്ലാ കാലത്തും അങ്ങനെ വിവാദ പുരുഷന്മാരായ കരുണാകരൻ്റെ കാലത്തെ ഒരു പാവം പയ്യൻ ഉണ്ടായിരുന്നു, അതൊരു പിച്ച ബഷീർ എന്ന് പറഞ്ഞൊരാൾ. ഇതൊക്കെ അന്നത്തെ ആരോപണ വിധേയനായ കരുണാകരനെതിരെ ഉയർന്നു വന്ന ഈ ഭാഗ്യശക്തികളുടെ പേരുകളാണ്. പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ് സാന്തിയാഗോ മാർട്ടിൻ എന്ന ലോട്ടറി രാജാവ്, തമിഴ്നാട്ടുകാരൻ. അദ്ദേഹം ദേശാഭിമാനിക്ക് 2 കോടി രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം ഉണ്ടാകുകയും പണം പുൽപ്പായിൽ പൊതിഞ്ഞു കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ആരോപണങ്ങൾ പാർട്ടിക്കാർ തന്നെ ഉന്നയിക്കുകയൊക്കെ ചെയ്ത ദേശാഭിമാനിയിലെ ചില ജീവനക്കാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ജോലിയിൽ നിന്ന് മാറ്റുകയൊക്കെ ചെയ്ത കഥകളുണ്ട്. അതിലൊക്കെ പിണറായി വിജയൻ്റെ കാലത്ത് തന്നെയാണ് പിന്നീട് ഫാരിസ് അബൂബക്കർ എന്നൊരു വിവാദ പുരുഷൻ ഉയർന്നു വന്നത്. ഫാരിസ് അബൂബക്കർ പിണറായിക്ക് ദീപിക പത്രത്തിൽ സ്വാധീനം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് ഫാരിസ് അബൂബക്കർ ആ പത്രം വിലക്കെടുക്കുകയും കുറേ കാലം അത് നടത്തുകയൊക്കെ ചെയ്ത ഒരു മനുഷ്യനാണ്. പിന്നീട് അദ്ദേഹം ലാൻഡ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൾഫിലും ഇന്ത്യയുടെ പല ഭാഗത്തും ബിസിനസ് ചെയ്ത് ഇപ്പോഴും എവിടെയോ പിണറായിയുടെ ഒരു സ്വന്തക്കാരനായിട്ട് ഉണ്ട്. അത് പിന്നെ പിണറായിയുടെ സണ്ണില്ലായുടെ ഒരു അടുത്ത ബന്ധുവും കൂടിയാണ്, കോഴിക്കോട്ടുകാരനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ചടങ്ങിന് പിണറായി പോയി അതിനെപ്പറ്റി പല വാർത്തകളും പ്രചരിച്ചു. പഴയ സണ്ണില്ലായുടെ അല്ല, ഈ ഇപ്പോഴത്തെ സണ്ണില്ലായുടെ അയാളുടെ ബന്ധുവാണ് ഫാരിസ് അബൂബക്കർ. അപ്പോൾ ആ നിലയ്ക്ക് ഈ ഫാരിസ് അബൂബക്കർ ഒരു വിവാദ പുരുഷനാണ്. ഫാരിസ് അബൂബക്കർ ഇൻ്റർവ്യൂ കൈരളി ചാനലിൽ പല എപ്പിസോഡായി വരികയൊക്കെ ചെയ്ത ഒരു വിവാദമുണ്ട്. അപ്പോൾ അതിനുശേഷം ഫാരിസ് അബൂബക്കർ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇദ്ദേഹത്തിന് രഹസ്യമായ ഒരു സൗഹൃദം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഗൾഫ് ബേസ്ഡ് ആയിട്ടുള്ളൊരു മലയാളി സംരംഭകനാണ് ഫാരിസ് എന്നാണ് കരുതുന്നത്. അതുപോലെ ഓരോ കാലത്തും ഇങ്ങനെ ഒരു അവതാരങ്ങൾ വരാനിടയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സോളാർ വിവാദം അന്ന് പിന്നെ ചാക്കരാധ അല്ല മറ്റേ ഒരു രാധാകൃഷ്ണൻ സോളാർ, പിന്നെ മറ്റേ അയാളുടെ ഭാര്യ, അതൊക്കെ ഇപ്പോഴും അവർ വിവാദം നായികയാണ്. അപ്പോൾ ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ആയിരിക്കും ഭരണകൂടത്തിന് ദുഷ്പേരുണ്ടാക്കുന്നത്. അതുകൊണ്ട് കരുതി പോകണം എന്ന് വി ഡി സതീശന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ സുധീരൻ തൻ്റെ അനുഭവജ്ഞാനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ഉപദേശം നൽകിയതായിട്ട് നമ്മൾ പത്രത്തിൽ വായിക്കുകയുണ്ടായി. അപ്പോൾ ഈ സതീശൻ നാളെ മുതൽ ഒരു ഫുൾ ഫ്ലഡ്ജിന് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ഈ അവതാരങ്ങളെ പ്രതിരോധിക്കലല്ലല്ലോ, ഭരണമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന ഒരുപാട് വിഷയങ്ങൾ വരും. ഇപ്പോൾ
വിദ്യാഭ്യാസ വകുപ്പിനെ പറ്റി ഇപ്പോൾ തന്നെ ഒരു വിവാദം ഉയർന്നിട്ടുണ്ട്. വിദ്യാഭ്യാസം ലീഗിന് കൊടുക്കരുതെന്ന്. കോൺഗ്രസ്സിലെ തന്നെ ചില നേതാക്കൾ അത് അഭിപ്രായം ഉയർത്തുകയും കെ മുരളീധരൻ മന്ത്രിയാകാൻ പോകുന്ന ഒരാൾ അത് ശരിയാണെന്ന് വയ്ക്കുകയും ചെയ്തു. അതിനെ എൻഡോഴ്സ് ചെയ്തു അദ്ദേഹം. വിദ്യാഭ്യാസം ലീഗിന് കൊടുത്താൽ എന്താണ് പറ്റുക? ലീഗിന് കൊടുത്താൽ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലും നിയന്ത്രിക്കുന്നതും നടത്തുന്നതും സ്വകാര്യ ഏജൻസികളാണ്. പല വിവിധ മത സ്ഥാപനങ്ങൾക്കും ഏജൻസികൾക്കും വിദ്യാലയങ്ങളുണ്ട്. എല്ലാ മണ്ഡലത്തിലും പെട്ട ഹയർ എഡ്യൂക്കേഷൻ മുതൽ നഴ്സറി സ്കൂൾ വരെയുള്ള എല്ലാ വിദ്യാലയങ്ങളും നടത്തുന്നതിൽ കൂടുതലും ഗവൺമെൻറ് സെക്ടറിനേക്കാൾ കൂടുതൽ പ്രൈവറ്റ് ഏജൻസീസാണ്. അപ്പോൾ ഇവരെ ഈ പൊതു സ്വകാര്യ വിദ്യാലയങ്ങളെ ഒരു നിശ്ചിത വ്യവസ്ഥയിൽ കൊണ്ടുപോകുന്നതിന് പര്യാപ്തമായിരിക്കണം. ലീഗാവുമ്പോഴോ ലീഗിന് വിദ്യാഭ്യാസത്തിൽ എല്ലാ കാലത്തും കുറേ സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർ മലപ്പുറം ജില്ലയിൽ SNDP യോഗത്തിന് ഒരു സ്കൂള് പോലുമില്ല എന്ന് നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ കാലത്ത് ഒരു വലിയ ആരോപണം ഉന്നയിച്ചു. അപ്പോൾ അവിടെ വെള്ളാപ്പള്ളി ഉൾക്കൊള്ളുന്ന ഒരു സമുദായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടത്ര അവസരങ്ങൾ അവിടെ ലഭിക്കാതെ പോകുന്നു എന്നതാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. അദ്ദേഹം ഈ സ്വകാര്യ വിദ്യാലയങ്ങളിലെ പ്രവേശനത്തിനും നിയമനത്തിനും അത് നടത്തുന്ന മാനേജ്മെൻറ്റിലുള്ളവർക്ക് 40% റിസർവേഷനുണ്ട്. അതിപ്പം ആ സമുദായത്തിനപ്പോൾ സ്കൂൾ കിട്ടാതെ വന്നാൽ അത് ആ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പഠിതാക്കൾക്ക് അത് നഷ്ടപ്പെടും. അതാണ് ആ സ്കൂൾ കിട്ടാതെ പോയാൽ. ഇപ്പോൾ ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് ദീർഘകാലം കൈകാര്യം ചെയ്തതിൻ്റെ ഒരു ദോഷം വെള്ളാപ്പള്ളിയുടെ സമുദായത്തിന് സംഭവിച്ചത് മലപ്പുറം ജില്ലയിൽ അവർക്ക് ഒരു നഴ്സറി സ്കൂൾ പോലും ഇപ്പോഴില്ല എന്നതാണ്. ഈ സത്യം അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒരു മതവാദിയും വർഗീയവാദിയുമായിട്ട് ചിത്രീകരിക്കുക, അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ തെരുവിൽ പ്രകടനം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തരം വിഷയങ്ങളെ അവധാനതയോടെ അഡ്രസ്സ് ചെയ്യാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശന് ബാധ്യതയുണ്ട്. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പിന് ഉദാരമായ ഫണ്ട് ലഭിക്കേണ്ട പ്രൈം മിനിസ്റ്റർ പദ്ധതിയുണ്ട്. PM ശ്രീ പദ്ധതി. അതിൽ കേരളം ഒപ്പിടാൻ പാടില്ല എന്ന് CBI കഴിഞ്ഞ മന്ത്രിസഭാ കാലത്ത് ഭരണകാലത്ത് വലിയ വിവാദം ഉയർത്തിയിരിക്കുകയും എന്നാൽ രഹസ്യമായി പോയി ശിവൻകുട്ടി ഒപ്പിട്ട് കൊടുത്തു എന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്തൊരു പ്രശ്നമാണ്. അത് ഒപ്പിടേണ്ടത് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യമാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും കേരളത്തിലെ വിദ്യാഭ്യാസ കാംക്ഷികൾക്ക് എല്ലാവർക്കും ഗുണം കിട്ടുന്ന ഭാവിയിലേക്ക് വലിയൊരു സഹായ ഹസ്തമാണ് കേന്ദ്രത്തിൽ നിന്ന് അതിൽ നിന്ന് കിട്ടുന്നത്. അത് ഒപ്പുവയ്ക്കാതിരുന്നാൽ കേരളം തള്ളപ്പെടും. ദേശീയ വിദ്യാഭ്യാസ പൊതുധാരയിൽ നിന്ന് കേരളം ഒറ്റപ്പെടുകയും പിന്തള്ളപ്പെടുകയും ചെയ്യും. ഇപ്പോൾ തന്നെ കേരളത്തിൽ വിദ്യാലയങ്ങളിൽ മതിയായ അവസരമില്ലാത്തതുകൊണ്ട് നമ്മുടെ എയ്ഡഡ് കോളേജുകളിൽ 75,000 സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ കേരളത്തിലെ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ 3,00,000 സീറ്റുകളിൽ ചേരാൻ കുട്ടികളില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്ന ധാരാളം പേർ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോകുന്ന ഒരു ദുസ്ഥിതി കഴിഞ്ഞ ഭരണകൂടത്തിൻ്റെ ദുശ്ചെയ്തികൾ കൊണ്ട് ഉണ്ടായി. ഇപ്പോൾ കേരളത്തിൽ വിദ്യാലയങ്ങളിൽ എൻജിനീയറിംഗ് കോളേജ് മുക്കാലും പൂട്ടി. സ്വകാര്യ എൻജിനീയറിംഗ് കോളേജിൽ ചേരാൻ ആളില്ലാതെ വന്നപ്പോൾ അടച്ചു. കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്ന സമയത്ത് ഒരു അണ്ടിയാപ്പീസ് എഞ്ചിനീയറിംഗ് കോളേജായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക, തിരിച്ച് അണ്ടിയാപ്പീസ് ആക്കുകയാണ്. അത് ഇവിടെ കേരളത്തിൻ്റെ പല ഭാഗത്തും തടി മുതലാളിമാരെല്ലാം വിദ്യാഭ്യാസ മുതലാളിമാരായി. അതൊരു വലിയൊരു സംരംഭം തുറന്നു കിട്ടിയതുപോലെയായിരുന്നു. അത് AK ആൻ്റണി മന്ത്രിസഭയുടെ കാലത്ത് 50-50 എന്ന് പറഞ്ഞൊരു ഫോർമുല വന്നു. 50 സീറ്റ് ഫ്രീ ആയിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കണം, ബാക്കി 50 സീറ്റിൽ ഹയർ റേറ്റിലുള്ള ഫീസ് വാങ്ങി അഡ്മിഷൻ കൊടുക്കുക. ആ വരുമാനത്തിൽ നിന്ന് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാമെന്നതായിരുന്നു ആ പോളിസി. ഒരു വർഷം മാത്രമേ ആ ഫോർമുല നിലനിന്നുള്ളൂ. പിറ്റേ വർഷം മുതലും ഈ കോളേജ് മാനേജ്മെൻറ്റ് തോന്നിയ പോലെ ചെയ്യാൻ തുടങ്ങി. കാരണം അവർക്ക് അനുകൂലമായിരുന്നു അന്നത്തെ കോടതി വിധി എല്ലാം. അവർ കോടതിയിൽ പോയി അവരുടെ മൗലികാവകാശ പ്രശ്നമൊക്കെ ഉന്നയിച്ച് സുപ്രീം കോടതി വരെ പോയി ഫൈറ്റ് ചെയ്തതാണ്. അപ്പോൾ അതുപോലുള്ള ഒരവസ്ഥയിൽ ഇപ്പോഴാണ് കേരളത്തിലെ അവസ്ഥയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിലെ യുവാക്കൾ. അവർ യൂറോപ്പിലേക്കോ മറ്റ് ഏതെങ്കിലും വികസിത രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ തേടി പോവുകയാണ്. അതും
ഭാരിച്ച ഫീസ് നൽകിയാണ്. അതിന് ബാങ്ക് ലോൺ എടുത്ത് 10-15 ലക്ഷം രൂപ ചിലവൊക്കെയാണ് ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും ഒക്കെ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ഫ്രീ ആണ്. പക്ഷേ പല ഏജൻസികളാണ് ഇതിൻ്റെ കമ്മീഷനൊക്കെ നേടുന്നത്. അപ്പോൾ ആ തരത്തിലൊരു വലിയ മണി ചോർച്ച കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ ബാധിക്കുന്ന തരത്തിൽ ഇവിടുന്ന് വലിയ എമൗണ്ട് ഓരോ വർഷവും വിദ്യാഭ്യാസ ചിലവായിട്ട് പോകുന്നുണ്ട്. ആൻ്റണി അന്ന് തുടങ്ങിയത് ഈ 50-50 ഫോർമുല തുടങ്ങിയത് അയൽ സംസ്ഥാനത്തേക്ക് പഠിക്കാൻ ആളുകൾ പോകുന്നു, തമിഴ്നാട്, കർണാടക. അത് ആ ഒഴുക്ക് തടയാൻ ഇവിടെ തന്നെ അവർക്ക് അവിടെ ലഭിക്കുന്ന വിദ്യാഭ്യാസം പിന്നെ ഇവിടെ സൗകര്യം ഒരുക്കിയാൽ അന്ന് 400 കോടിയാണ് കണക്ക് കൂട്ടിയത്. ആ 400 കോടി കേരളത്തിൽ തന്നെ വരുമല്ലോ എന്നായിരുന്നു. ഇപ്പോൾ അതിനേക്കാളും എത്രയോ 1000 കോടികളാണ് ഒഴുകിപ്പോകുന്നത്. അപ്പോൾ അത് തടയാൻ ഇവിടെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസവും അവസരവും കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഈ ചെറുപ്പക്കാർ അടങ്ങി വരും. അത് സതീശൻ ഗവൺമെൻറ് ഇമ്മീഡിയറ്റായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകളാണ് നിങ്ങളിലേക്ക് ഇന്ത്യ ലൈവ് എത്തിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണം.